ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വരുണിനെയും രാധികയും ഇതുവരെയുള്ള തെളിവുകൾ അനുസരിച്ച് ഈ കൊലപാതകത്തിൽ പങ്കാളികളല്ല എന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ കോടതി അവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. യുവർ ഓണർ, ഈ കേസിന്റെ ഇതുവരെയുള്ള വിസ്താരത്തിൽ നിന്നും വളരെ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് പ്രിയങ്ക തന്നെ ആസൂത്രണം ചെയ്ത കാര്യങ്ങളാണ്. ഒന്ന്, പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് പ്രിയങ്ക തന്നെ ആസൂത്രണം ചെയ്ത കാര്യങ്ങളാണ്. രണ്ട്, പ്രിയങ്ക കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് രാധിക ഹോസ്പിറ്റലിൽ ദേവനാരായണൻ തിരുമേനിയുടെ അടുത്തായിരുന്നു. വരുൺ അയാളുടെ സ്വന്തം വീട്ടിലായിരുന്നു എന്നതിനും യുവർ ഓണർ കൃത്യമായ തെളിവുകളുണ്ട്. മൂന്ന്, പ്രിയങ്കയുടെ കൊലപാതകത്തിൽ കൃത്യമായ ഒരു അന്വേഷണം സിഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പകരം ആരോ ചുമതലപ്പെടുത്തിയതുപോലെ രാധികയെയും വരുണിനെയും പ്രതിയാക്കാൻ വേണ്ടി നടത്തിയ തിടുക്കപ്പെട്ട നീക്കങ്ങളാണ് ഉണ്ടായത്. വരുൺ രാധികയെ വിവാഹം കഴിച്ചു എന്നത് അവർ തമ്മിലുള്ള ബന്ധമോ ഇനി രഹസ്യമല്ല, പരസ്യമാണ്. പരസ്പരം സ്നേഹിക്കുന്നവർ ഒന്നിച്ചു ജീവിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ അവരെ കുരിശിലെത്തുന്ന കൃത്യമായ കാഴ്ചയാണ് ഈ കേസിലുടനീളം നമ്മൾ കണ്ടത്. പ്രിയങ്കയുടെ കൊലപാതകം സത്യമാണെങ്കിൽ അതിന്റെ അന്വേഷണം ഇനി നടക്കാനിരിക്കുന്നതേയുള്ളൂ. ആര് കൊന്നു, എന്തിനു കൊന്നു, ഈ കൊലപാതകം ഒതുക്കി തീർക്കാൻ ആരൊക്കെ ശ്രമിച്ചു എന്നത് ഇനിയും വെളിച്ചത്ത് വരേണ്ട കാര്യങ്ങളാണ്. പ്രിയങ്കയുടെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർവസമ്മതനായ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണമെന്നും നിരപരാധികളായ എന്റെ കക്ഷികൾക്ക് ജാമ്യം അനുവദിക്കണമെന്നും കോടതി തയ്യാറാകണമെന്നും ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു.
അഡ്വക്കേറ്റ് ആരതി കോടതിയിൽ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത്രയും വിവാദമായ ഒരു കൊലപാതക കേസിൽ തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും അതുവഴി വിലപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തത് അന്വേഷണ ഉദ്യോഗസ്ഥനായ CIM സംഘവുമാണ്. അതുകൊണ്ട് തന്നെ പ്രിയ കേസിന്റെ അന്വേഷണം പൂർണ്ണമായും CIയിൽ നിന്ന് മാറ്റുവാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് കോടതി ശുപാർശ ചെയ്യുന്നു. പുതിയതായി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് അഡ്വക്കേറ്റ് ആരതിയും അവരുടെ ടീമും കണ്ടെടുത്ത തെളിവുകൾ കൈമാറുവാനും തയ്യാറാകേണ്ടതാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വരുണിനെയും രാധികയും ഇതുവരെയുള്ള തെളിവുകൾ അനുസരിച്ച് ഈ കൊലപാതകത്തിൽ പങ്കാളികളല്ല എന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ കോടതി അവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. Thank you.